കൊമ്പും കുലുക്കി തുള്ളിച്ചാടി നടക്കുന്ന കലമാനെ കണ്ടപ്പോൾ കണ്ടവർക്ക് കൗതുകമേ തോന്നിയുള്ളൂ. പക്ഷെ രാവേറെ ചെന്നപ്പോൾ നാട്ടുപ്രമാണിമാരുടെയും ക്ഷേത്രത്തിലെ ഊരാൺമക്കാരുടെയും സ്വപ്നത്തിലായി കലമാൻ്റെ കളിയാട്ടം. ആ സ്വപ്നത്തിൻ്റെ പൊരുളറിയാൻ ദേവപ്രശ്നം വച്ചപ്പോഴല്ലേ കലമാൻ്റെ കളിയാട്ടത്തിൻ്റെ കഥയറിയുന്നത്. ഹൗ, എന്തായിരുന്നു ഇന്നലെ രാത്രിയിലെ ഉറക്കത്തിലെ ദർശനം! ഭയങ്കരം. പ്രകൃതിയും ശോഭിച്ചിരുന്നു. സ്വപ്നത്തില് ഒരു കലമാന്റെ ദർശനം ഉണ്ടായി. എല്ലാം ദേവിയുടെ മായാവിലാസം. അത് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതാണല്ലോ. കലമാനായി ദർശനം തന്നത് സാക്ഷാൽ ദുർഗാ ഭഗവതിയാ. കരനാലിലും ഓടി നടന്നത് കൗതുക കാഴ്ച ഒരുക്കാനല്ല, ദേശരക്ഷയ്ക്കാ. കലമാൻ വിളയാട്ടം ദേവിയുടെ ഊർവലം തന്നെ. അപ്പോൾ എന്താണ് അമ്മയ്ക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്? കൊല്ലാകൊല്ലം ദേവിക്ക് ഊരുവലം വെക്കൽ നടത്തണം. 4 കരകളിലും ദേവി ചെല്ലണം. കന്യകമാർ താലപ്പൊലി ഏന്തണം. ദേവിയുടെ പ്രതീകമായി തിടമ്പല്ല എഴുന്നള്ളിക്കേണ്ടത്, കലമാൻ കൊമ്പായിരിക്കണം. അതൊരു കന്യാവിനെ കൊണ്ട് എടുപ്പിക്കുകയും വേണം. മണ്ണക്കണ്ടോലിൽ കുടുംബത്തിൽ ജനിച്ചൊരു ബാലിക വേണമെന്നാണല്ലോ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത്. കഥാശേഷം ഇങ്ങനെ. വയറ് നിറച്ചൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായിരിക്കണു. ഇന്ന് വേണേൽ ഇത്തിരി മരനീര് മോന്ത. കള്ളും കുടിച്ചു പള്ളയം നിറച്ചാടിപ്പാടി നടന്നിട്ട് എത്ര കാലായി. കാർന്നൊരു തന്നൊരു രാശിപ്പണം, രാശിപ്പണം കൊണ്ടെന്തു ചെയ്യും. ആശിച്ച പോലെ കള്ളു വീശും, കാശു തീരും വരെ കള്ളു വീശും. കാർന്നൊരു തന്നൊരു രാശിപ്പണം. വേഗം ഇറങ്ങി വാ, കള്ളുമോന്താൻ കൊതിയായി. ആശ മാത്രമേ ഉള്ളോ അതോ കീശയില് കാശുണ്ടോ? ദേ രാശിപ്പണം മൂത്താലിക്കാരനര് തന്നതാ. തെങ്ങെഴുത്ത് കുടുംബക്കാരുടെ ചെത്തുകളിന് രുചി കൂടുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ചുമ്മാ മുഖസ്തുതി പറയണ്ട, കുടിച്ചിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്ക്. കഴിഞ്ഞ ആണ്ടത്തെ ഉത്സവത്തിന് കഥകളി ഗംഭീരായിരുന്നു. ഹായ്, കരിമീന് കുറെ ഉണ്ടല്ലോ. പണം തന്ന രാശിപ്പണത്തിന് വാങ്ങിയതാ. എന്തോ കോളത്തുനിന്ന് കണ്ടപ്പോഴേ തോന്നി. ചെല്ല് ചെല്ല്. വയ്ക്കോ. ദേവപ്രശ്നം അനുസരിച്ച് വഴികാട്ടിയായ പാണൻ തെങ്ങഴത്ത് ചെന്ന് കരിമീൻ കറി കൂട്ടി ഊണ് കഴിക്കണമെന്ന്. ഈ ആചാരം ഇന്നും തുടരുന്നു. ലക്ഷക്കണക്കിന് ബാലികമാർ നമ്മുടെ അമ്മയ്ക്ക് ദീപം കാട്ടുമ്പോൾ ഇവിടെ പ്രധാനമായി പാണൻ വഴികാട്ടണം. ആ ഒരാചാരം തുടർന്ന് എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിൽ ഒരു കുഞ്ഞ് അവശേഷിക്കുന്നതുവരെ അമ്മയുടെ താലപ്പൊലിക്ക് വഴികാട്ടിയിരിക്കും. പാണന് ഊണ് കൊടുത്ത തെങ്ങഴുത്തുകാർ ദേവിക്ക് സ്വർണ്ണക്കുമിള നൽകണമെന്ന വിധിയും ദേവപ്രശ്നത്താൽ കണ്ടിരുന്നു. ഇന്നും സ്വർണ്ണക്കുമിളയുമായി തെങ്ങഴുത്തുകാരെത്തുന്ന അനുഷ്ഠാനം ഇവിടെ നടക്കുന്നു. തെങ്ങത്ത് നിന്ന് സ്വർണ്ണക്കുമിള നടക്കി സമർപ്പിക്കുന്നതിൻ്റെ അന്ന് രാവിലെ ഉത്സവ അറിയിപ്പ് നടത്തപ്പെടുന്നു. താലപ്പൊലി അറിയിപ്പിച്ചിട്ട് വരട്ടെ, താലപ്പൊലി അറിയിപ്പിച്ചിട്ട് വരട്ടെ, താലപ്പൊലി അറിയിപ്പിച്ചിട്ട് വരട്ടെ. കൊടിമരം കണ്ടിട്ട് വരട്ടെ, കൊടിമരം കണ്ടിട്ട് വരട്ടെ. ക്ഷേത്രസന്നിധിയിൽ നിന്നും നാട്ടുവഴികളിലൂടെ
നഗ്നപാതരായി ആചാരദണ്ഡുമേന്തി താലപ്പൊലി അറിയിപ്പ് മുന്നേറുമ്പോൾ തെക്കും ഭാഗത്തെ ജനമനസ്സുകളിൽ പനക്കത്തോടിലമ്മയുടെ ഐതിഹ്യം ഒന്നൊന്നായി ഇതൾ വിരിയും. 4 കരകളിലേക്കും ജനങ്ങൾ ആ വിളംബര യാത്രയെ കൈകൂപ്പി വരവേൽക്കും. യാത്രയിലെ താൽക്കാലിക വിശ്രമ സങ്കേതങ്ങൾ അമ്മ ഭഗവതിയുടെ ശരണകീർത്തനങ്ങളാൽ മുഖരിതമാകും. ദേവസന്നിധാനങ്ങൾ തന്നെയായി മാറുന്ന വിശ്രമ സങ്കേതങ്ങൾ പിന്നിട്ട് താലപ്പൊലി അറിയിക്കുന്ന വിശുദ്ധയാത്ര 4 കരകളിലേക്കും നാട്ടുവഴികളിലൂടെയെല്ലാം കടന്നു ചെല്ലും. കുങ്കുമവർണ്ണാങ്കിതമായ ആ ആചാരദണ്ഡ് ഊരുകളിൽ ഓരോന്നും പിന്നിടുമ്പോൾ തെക്കും ഭാഗത്തുകാർ കേരളത്തിലെ ഏറ്റവും വലിയ താലപ്പൊലി ഉത്സവത്തിന് വേണ്ടി ഒരുങ്ങിത്തുടങ്ങുകയായി. ഉത്സവം അറിയിപ്പിനായി പോകുന്നത് നായർ സമുദായക്കാരാണ്. കൊടിമരം കൊണ്ടുവരുന്നത് നമ്പീശനാശാരിയുടെ പിന്മുറക്കാർ. താലപ്പൊലിക്ക് വഴികാട്ടിയായി ചെണ്ട കൊട്ടി വരുന്നത് പാണ സമുദായക്കാരാണ്. കൊടി കൊണ്ടുവരുന്നത് കോയിപ്പുഴ എന്ന ഈഴവ കുടുംബത്തിൽ നിന്നാണ്. കൊടിക്കയർ എത്തിക്കുന്നതാവട്ടെ അരയ സമുദായക്കാരാണ്. പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നത് ബ്രാഹ്മണരും. വ്യത്യസ്ത വിഭാഗങ്ങളിൽ ജനിച്ചു വളർന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യ പ്രാധാന്യം പനക്കറ്റോടി ദേവീക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് കോയിപ്പുഴ ദേവീക്ഷേത്രത്തിൽ നിന്ന് കൊടിക്കൂറ കൊണ്ടുപോകുന്നുള്ള അവകാശം കിട്ടി എന്നുള്ളത്. കൊടിക്കയർ എത്തിക്കാനുള്ള അവകാശം പുത്തൻതുറ കന്നിട്ടയിൽ അരയ കുടുംബത്തിനാണ്. കൊടിമരം കോയിപ്പുറത്ത് കുടുംബത്തിനാണ് കൊടിമരം എത്തിക്കാനുള്ള അവകാശം. കൊടിയേറ്റിനുള്ള കൊടി, കൊടിക്കൂറ, കൊടിക്കയർ, കൊടിമരം എന്നിവ വ്യത്യസ്ത സമുദായക്കാർ എത്തിക്കുന്നു എന്നത് പനക്കത്തോട് ദേവീക്ഷേത്രത്തിലെ ഉത്സവം സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ഒരു വിളംബരം കൂടിയാണെന്നതിന് ഉദാഹരണമാണ്. മേടമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ കൊടിയിറങ്ങി ആറാട്ട് വരത്തക്ക വിധം 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം. ഒന്നാം ഉത്സവം ദേവസ്വമാണ് നടത്തുക. രണ്ടാം ഉത്സവം കോനാഴത്ത് കുറുപ്പന്മാരുടെ വകയാണ് ഇപ്പോൾ പള്ളത്താഴത്ത് കുടുംബക്കാരുടെ വകയായി നടത്തുന്നത്. മൂന്നാം ഉത്സവം മടത്തിൽക്കാരുടെ വകയാണ്. ഇപ്പോൾ ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഉത്സവം നടത്തി വരുന്നു. നാലാം ഉത്സവം നടത്തുന്നത് പൊന്നോടിൽ കുടുംബക്കാർ. അഞ്ചാം ഉത്സവം അഴകത്ത് കുടുംബം. 6 നടുവത്ത് ചേരി കരക്കാർ. 7 മാലിഭാഗം കരക്കാർ. 8 തെക്കും ഭാഗം കരക്കാർ. 9 വടക്കും ഭാഗം കരക്കാർ. 10ാം ഉത്സവം എല്ലാ കരക്കാരും ദേവസ്വവും ഒരുമിച്ചാണ് നടത്തുക. 9ാം ഉത്സവത്തിനാണ് പള്ളിവേട്ട. മാനവചിത്തത്തിലെ മൃഗീയ ചിന്തകളെ വേട്ടയാടി അവിടെങ്ങും തൻ്റെ ചൈതന്യം നിറക്കിയെന്ന ദേവലക്ഷ്യത്തിൻ്റെ നിർവഹണമാണ് പള്ളിവേട്ട എന്ന അനുഷ്ഠാനം. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തെ ആൽച്ചുവട്ടിലാണ് ഇതരങ്ങേറുക. മണ്ണക്കണ്ടോലിൽ കുടുംബങ്ങളായ കൊട്ടാരത്തിൽ ശാഖക്കാർക്കാണ് പള്ളിവേട്ടയിൽ വേട്ടക്കുറുപ്പ് സ്ഥാനം. പണ്ട് കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന മഞ്ഞിപ്പുഴ തമ്പുരാൻ്റെ പിൻതലമുറക്കാരാണ് ഈ സ്ഥാനം ഇപ്പോൾ നിർവഹിക്കുന്നത്. ദേവിയുടെ തിരുമൈ കാവലിനുള്ള അവകാശവും അവർക്ക് തന്നെ.
പനക്കത്തോടിൽ ക്ഷേത്രോത്സവത്തിന് എഴുന്നള്ളിക്കാനുള്ള ആനകൾ ഭക്തരുടെ നേർച്ചയാണ്. ഓരോ വർഷം കഴിയുന്തോറും എഴുന്നള്ളിപ്പിനുള്ള ആനകളുടെ എണ്ണം കൂടുന്നത് അമ്മ ഭക്തർക്കുമേൽ ചൊരിയുന്ന അനുഗ്രഹാശിസുകളുടെ ധാരാളിത്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉത്സവ ഘോഷയാത്രകളെല്ലാം വർണ്ണമേളങ്ങളുടെ സംഗമരംഗമാണ്. പരമ്പരാഗത കരവിരുതിൻ്റെ കാഴ്ചപ്പെരുമയുമായി ജീവിത എഴുന്നള്ളിച്ചുള്ള ചുവടുവയ്പ്പുകൾ, പഴയതും പുതിയതുമായ വാദ്യോപകരണങ്ങളുടെ നാദക്കാഴ്ചകൾ, ദേശിംഗനാടിൻ്റെ തനതായ ഉത്സവ വിഭവമായ കുതിരയും കെട്ടുകാഴ്ചകളും. അങ്ങനെ ഈ ഉത്സവം നാല് കരക്കാരുടെയും ദേശീയ ഉത്സവം തന്നെയാകുന്നു. മറ്റെങ്ങും കാണാൻ കഴിയാത്ത താലപ്പൊലി ഉത്സവം ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണമാണ്. ആ താലപ്പൊലിയിൽ കലമാൻ്റെ കൊമ്പം പിടിച്ച് എഴുന്നള്ളുന്ന ഒരു കന്യകയുണ്ട്. വിശേഷമായ ആ ആചാര അനുഷ്ഠാനങ്ങളുടെ പിന്നിൽ ഒരു പുരാവൃത്തമുണ്ട്. അഷ്ടമുടിക്കായൽ കരയിൽ കാത്തിരിക്കുമ്പോൾ പാണനായൻ മനം അഷ്ടമുടിക്കായൽ കരയിൽ കാത്തിരിക്കുമ്പോൾ പനക്കത്തോടിൻ മതിലകം തേടി എന്നമ്മ ദേവിയായി അവതരിച്ചു. കലമാനിനെ പോലെ അമ്മ വന്നു, നാലു കരകൾക്കു തുണയായി കാവൽ നിൽപ്പൂ. പാണനായൻ മനം അഷ്ടമുടിക്കായൽ കരയിൽ കാത്തിരിക്കുമ്പോൾ ജന്മമുണ്ടെങ്കിലും ഞാനാ പാദത്തിൽ അർച്ചനാ പുഷ്പമാകും. ഇനി എത്ര ജന്മമുണ്ടെങ്കിലും ഞാനാ പാദത്തിൽ അർച്ചനാ പുഷ്പമാകും. പനിനീർത്തുള്ളിയായി പിറക്കും ഞാനെന്നും അഭിഷേക ബിന്ദുവായി മാറും. ഹൃദയമോഹങ്ങൾ നൈവേദ്യമായെന്നും ഉഷപൂജ തേടിയെത്തും. പാണനായൻ മനം അഷ്ടമുടിക്കായൽ കരയിൽ കാത്തിരിക്കുമ്പോൾ പനക്കത്തോടിൻ മതിലകം തേടി എന്നമ്മ ദേവിയായി അവതരിച്ചു. കലമാനിനെ പോലെ അമ്മ വന്നു, നാല്
നാലു കരകൾക്കു തുണയായി കാവൽ നിൽപ്പൂ. ജന്മമാണെങ്കിൽ വ്രതമെടുത്തമ്മയായൂർവലം വയ്ക്കും. കന്യാജന്മമാണെങ്കിൽ വ്രതമെടുത്തമ്മയായൂർവലം വയ്ക്കും. ദിവ്യാഗ്നി നാളമായെങ്കിൽ സന്ധ്യാദീപമായി ശ്രീലകത്തുണരും. മനസ്സും വാക്കും കർമ്മവും ജീവിതധർമ്മവും കാണിക്കയാക്കും. പാണനായൻ മനം അഷ്ടമുടിക്കായൽ കരയിൽ കാത്തിരിക്കുമ്പോൾ